പെൺകരുത്തിൻ്റെ മഹിമ വിളിച്ചോതുന്ന ലേഡീസ് അവറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വേറിട്ട തലങ്ങളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കഠിനാധ്വാനികളായ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ മിസ്സിസ് ആനി എബ്രഹാം, മൈൽവാനം ഗ്രൂപ്പിലെ ഇപ്പോൾ ഉള്ള ഏറ്റവും മൂത്ത ആളിൻ്റെ ഭാര്യയാണ്. ഇവർക്ക് ബസ് സർവീസാണ് ഇവർക്കുള്ളത്. ഞാൻ എൻ്റെ ജീവിതകഥ പറയാനാണ്, അതുമൂലം മറ്റുള്ളവർക്കും ഒരു പ്രയോജനകരമായി തീരുമോ എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. എൻ്റെ ജീവിതം പറയാനാണെങ്കിൽ ഞാൻ വളരെയധികം ലവിങ്ങായിട്ടും വളരെയധികം പെറ്റ് ചെയ്തുള്ള വീട്ടിലാണ് ജനിച്ചത്. പക്ഷേ അവിടെ ഉള്ള ഒരു വളരെ ഡിഫറൻ്റ് ലൈഫാണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കിട്ടിയത്. അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണെങ്കിലും വളരെ നല്ല മനുഷ്യനായതുകൊണ്ട് എന്നോടുകൂടെ വളരെയധികം സ്നേഹിച്ചും സന്തോഷിപ്പിച്ചും എന്നെ കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിൽ കൂടി അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങി. ആ കാലത്തൊക്കെ എനിക്ക് വളരെ പ്രയാസം തോന്നിയെങ്കിലും പിന്നീട് അതെനിക്ക് വളരെ രസകരമായിട്ടാണ് തോന്നുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ, ഞെരുക്കങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും അതിൽ കൂടെ എല്ലാം എനിക്ക് ദൈവത്തിൻ്റെ ഒരു കരങ്ങൾ എന്നെ പിടിച്ച് നടത്തിയതുകൊണ്ട് അത്യധികമായ സന്തോഷത്തോടു കൂടെ ഇന്ന് ഞാൻ ഇരിക്കുകയാണ്. ഈ എൻ്റെ 45 വർഷത്തെ ഈ ബസ് സർവീസിൽ എൻ്റെ ഭർത്താവിനോടുകൂടെയുള്ള ആ പ്രവർത്തനം മറ്റുള്ളവർക്കും പ്രയോജനകരമാണ്. കാര്യം നമ്മുടെ ചെറുപ്പമോ നമ്മുടെ കഴിവോ ഒന്നും നമുക്കുള്ളതല്ല, പക്ഷേ ദൈവം തന്നതായതുകൊണ്ട് അതുമൂലം പ്രവർത്തിക്കാൻ സാധിക്കും. എൻ്റെ ഭർത്താവിനോട് കൂടെ ഈ ബസ് സർവീസ് നടത്തുന്ന എനിക്ക് തോന്നുന്നു വളരെയധികം സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഞാൻ എല്ലാ കാര്യത്തിലും എൻ്റെ ഭർത്താവിനോടുകൂടെ നിന്ന് ഒരു കൺസീലിയേഷൻ ടോക്കിനും സമരങ്ങൾ വരുമ്പം പോലും അതിനെ അഭിമുഖീകരിക്കാൻ തക്കവണ്ണമുള്ള കഴിവ് ഞങ്ങൾക്ക് ദൈവം തന്നു. അതുമൂലം പിന്നെ കൂടുതലായിട്ട് എന്നെ ഓപ്പണായിട്ട് എനിക്ക് എക്സ്പോഷർ തന്ന എൻ്റെ ഭർത്താവാണ്. ഞാൻ ധാരാളം സോഷ്യൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. അതിനെല്ലാം കൈപിടിച്ച് നടത്തി അദ്ദേഹത്തിൻ്റെ പൈസയും കൂടി എനിക്ക് തന്ന് നടത്തിയ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ധാരാളം ഇവിടെ വന്ന സമയം മുതൽ ധാരാളം സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ആരുടെയും കണ്ണുനീര് കാണാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായതുകൊണ്ട് ഞാൻ ധാരാളം ആളുകൾക്ക് പണവും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഇഷ്ടമാണ്. അത് ചെയ്തിരുന്നു. അതുമൂലം വളർന്നു വന്ന് ഈ ദേശത്ത് ഞാനൊരു അറിയപ്പെടുന്ന വ്യക്തിയായി തന്നെ ഇന്ന് മാറിയിട്ടുണ്ട്. കാരണം ഞാൻ അത് കഴിഞ്ഞിട്ടും എനിക്ക് പൊളിറ്റീഷ്യൻ ആണെന്നുള്ള എൻ്റെ മനസ്സിലെ ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് വളരെ ഞാൻ ആത്മാർത്ഥമായിട്ട് അതിനോട് ചേരുമോ എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറി തികച്ചും ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ തക്കവണ്ണമുള്ളൊരു മനസ്സെനിക്ക് ദൈവം തന്നു. ഇന്ന് ഞാൻ മിസ്റ്റർ KR നാരായണൻ ഇവിടെ ഒറ്റപ്പാലത്ത് വന്ന സമയത്ത്, ഒറ്റപ്പാലത്ത് MLA ആയിട്ട് വന്ന സമയത്ത് അദ്ദേഹത്തും ഭാര്യയും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളോടുകൂടി സഹകരിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം വന്നത് മുതൽ അദ്ദേഹം എന്നോട് ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ട് ഒരു പൊതുവായ കാര്യങ്ങളിൽ ഒന്നുകൂടെ പ്രോത്സാഹനത്തോടെ ജീവിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതേപ്പറ്റി ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വളരെയധികം പ്രോത്സാഹത്തോടുകൂടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോർട്രേറ്റ് സൊസൈറ്റി എന്ന ഒരു സ്ഥാപനം, അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാനിരുന്നു. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അത് വളരെയധികം പ്രയാസത്തിൽ കൂടെ കടന്നുപോയിട്ട് അങ്ങേയറ്റം അത് വളരെ പ്രോത്സാഹനജനകമായിട്ട് അത് വളർന്നു വന്നു. എന്നാൽ അദ്ദേഹം ഇവിടുന്ന് MP ആയി പോയി കഴിഞ്ഞപ്പോൾ ആ സമയത്ത് മിസ്സസ് വയലറ്റ് ആൽവ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമായിരുന്നു. അവരെ ഈ വിമൻ ആൻഡ് ചിൽഡ്രൻ്റെ ഒരു സെൻട്രൽ മിനിസ്റ്റർ ആയതുകൊണ്ട് അവരുടെ സഹകരണത്തോടു കൂടെ ധാരാളം പൈസ എനിക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതിനൊന്നും സമയമില്ലാത്തതുകൊണ്ടും എന്നാലും ഞാൻ 6 വീട് പാവങ്ങൾക്ക് വെച്ചു കൊടുത്തു, 30 ശൗചാലയം ഈ പാവങ്ങൾക്ക് ഞാൻ വെച്ചു കൊടുത്തു. ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാശാണ്, പക്ഷേ എൻ്റെ അധ്വാനം മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുവാനും ഇന്നും ഞാനുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പൈസയുടെ പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് ഇങ്ങനെ പോർട്രേറ്റ് സൊസൈറ്റി ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അതൊരു പ്രയാസങ്ങളൊക്കെ വന്നു. അത് അദ്ദേഹത്തിൻ്റെ
അദ്ദേഹം പ്രസിഡൻ്റായി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ വന്ന് ഞങ്ങളത് നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ 55 വർഷമായിട്ട് ഈ ഷൊർണൂർ മഹിളാ സമാജത്തിലുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു നല്ല പ്രവർത്തകയും കൂടാണ്. ഇന്നും മഹിളാ സമാജത്തിൻ്റെ ഒരു സ്കൂളുണ്ട്, ചെറിയ നഴ്സറി സ്കൂളുണ്ട്. ആ സ്കൂള് ഇന്നും നടത്തുന്നത് ഞാനാണ്. അതിൻ്റെ മുഴുവൻ പൈസ പ്രോഫിറ്റും ഞങ്ങൾ ചിലവാക്കുന്നത് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ്. ഓണം വരുമ്പോൾ ഞങ്ങൾ ധാരാളം ആളുകൾക്ക് മുണ്ടും ഭക്ഷണ സാധനങ്ങളും കൊടുക്കും. അതേപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള പൈസ രോഗികൾക്കായിട്ട് കൊടുക്കുന്നത്. രോഗികൾക്കായിട്ട് ഞങ്ങൾ ധാരാളം പൈസ കൊടുക്കാറുണ്ട്. ഈ ദേശത്ത് ആര് ഞങ്ങളെ രോഗാവസ്ഥയിൽ ഞങ്ങളെ സമീപിച്ചാലും ഞങ്ങൾ കൊടുക്കും. ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോഫിറ്റ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ പള്ളിയിലും ഞാനൊരു മർത്തോമ സിറിയൻ ചർച്ചിലെ വ്യക്തിയാണ്. ആ പള്ളിയിലാണേലും 50 വർഷമായിട്ട് അവിടെയും എല്ലാ കാര്യങ്ങളിലും പാവങ്ങൾക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും, പാവങ്ങളെ സഹായിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആ ഒരു ചിന്താഭാരത്തോടുകൂടെ തന്നെയാണ് ഞാൻ പള്ളിയിലും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കമ്മിറ്റിയിൽ ഞാൻ 47 വർഷമായി. എല്ലാ കാര്യങ്ങളിലും ഞാൻ വളരെയധികം പ്രോത്സാഹത്തോടും, എനിക്ക് എപ്പോഴും പാവങ്ങളോട് വളരെ കരുണയുള്ള ഒരാളാണ്. അപ്പോൾ ആരുടെയും കണ്ണുനീര് കാണാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി ആയതുകൊണ്ട് എന്നാൽ കഴിയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ ശ്രമിക്കും. ഇന്നും ഈ ദേശത്തെ നല്ല ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ട് ശോഭിപ്പാൻ ദൈവം എനിക്ക് അവസരങ്ങൾ തരുന്നുണ്ട്, ഇന്നും തരുന്നുണ്ട്. ഇന്നും ഞാനിപ്പോൾ ഈ ഓണത്തിന് കൊടുക്കാനായിട്ട് ഞങ്ങൾ 45,000 രൂപയുടെ വസ്ത്രം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഈ സ്കൂളിൻ്റെ പ്രോഫിറ്റാണ്. ഒരു പൈസ പോലും ഞങ്ങൾ ആരും എടുക്കില്ല. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഓരോ വീടുകളിൽ പോയി ബാക്കിയുള്ള പൈസ ക്യാൻസർ പേഷ്യൻസ്, ഡയാലിസിസ് ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ള എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനായിട്ട് ദൈവം ഞങ്ങൾക്ക് ഒത്തിരി കരുണ ചെയ്തു തന്നിട്ടുണ്ട്. ആരോഗ്യം തരണം ദൈവം, അതെനിക്ക് ദൈവം ധാരാളമായിട്ട് തരുന്നുണ്ട്. എൻ്റെ ആരോഗ്യത്വം എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുമൂലം എനിക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പലരുണ്ട്, ഞങ്ങളുടെ മഹിളാ സമാജത്തിൻ്റെ മെമ്പേഴ്സ്, അവർക്ക് എല്ലാവർക്കും ഇതിന് വലിയ ഒരു സാമൂഹ്യ സേവനം ചെയ്യുവാൻ തക്കവണ്ണം വളരെ സന്തോഷമുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. ഇന്നും ഈ ദേശത്ത് ആർക്കും ചെറിയ ചെറിയ സഹായങ്ങൾ, വലുതല്ല, ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുവാൻ ഞാനും എൻ്റെ കുടുംബവും എപ്പോഴും മുമ്പിട്ട് നിൽക്കും. അതിനെപ്പറ്റി ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. ദൈവം ഞങ്ങൾക്ക് അതിയായി അതിനെ അനുഗ്രഹിക്കും. കൂടുതലായിട്ട് സന്ദർഭം ഞങ്ങൾക്ക് തരും. ധാരാളം സോഷ്യൽ വർക്ക് ചെയ്യുവാൻ തക്കവണ്ണം ആരോഗ്യവും സമാധാനവും സന്തോഷവും എനിക്ക് തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ധാരാളം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എനിക്കുണ്ട്. ഇനി എന്നെക്കൊണ്ട് ദൈവം അത് ചെയ്യിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ മാതാപിതാക്കൾ വളരെ വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. ഇപ്പോൾ എൻ്റെ ഫാദർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 140 വയസ്സ് കണ്ട്. ആ കാലത്ത് BSc-കാരനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കണ്ണൻദേവൻ കമ്പനിയുടെ ജനറൽ മാനേജറായിരുന്നു. അപ്പോൾ അന്നേ ഞങ്ങൾ ഒരു നല്ല ഗ്രേഡിൽ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും എൻ്റെ ഫാദർ അങ്ങേയറ്റം സഹകരണ മനസ്സോട് പാവങ്ങളെ സഹായിക്കുന്ന ഒരാളായിരുന്നു. അതാണ് എൻ്റെ മനസ്സിൽ ചെറുപ്പത്തിലേ ഞാൻ കാണുന്നത്. അന്ന് തൊട്ട് എനിക്കുമുണ്ട് എന്നാൽ കഴിയുന്നത് ചെയ്യണം. എൻ്റെ പിതാവിൻ്റെ ആ ആഗ്രഹം സാധിപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എനിക്കൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കല്യാണം കഴിച്ചു വന്ന വീട്ടിൽ എനിക്ക് അതിനേക്കാട്ടിലും നല്ല സ്നേഹസമ്പന്നനായിട്ട് ഉള്ള ഒരു ഭർത്താവിനെ ദൈവം എനിക്ക് തന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രയാസവും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ പൈസ എടുത്ത് ചിലവാക്കുന്നതിനോ അദ്ദേഹത്തിൻ്റെ കാർ ഉപയോഗിക്കുന്നതിനോ ഒന്നും എനിക്ക് ഒരു കാലത്തും തടസ്സമല്ല. കൂടുതൽ ഇന്ന് രാവിലെയും കൂടെ എന്നോട് പറഞ്ഞ വാചകം, നിനക്ക് കഴിയുന്നിടത്തോളം നീ പാവങ്ങളെ സഹായിക്കണമെന്ന് മാത്രമാണ്. ആ ഒരു പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ 2 കുട്ടികളാണ് ഉള്ളത്. അവർ രണ്ടുപേരും ബോർഡിങ്ങിലായിരുന്നു. മോൻ ഊട്ടിയിലും മോൾ ഒറ്റപ്പാലത്തും പഠിച്ചു. അതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പോലും ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. ദൈവത്തിൻ്റെ കരുണയിൽ അവർ പഠിച്ചു. പക്ഷേ എല്ലാ കാര്യത്തിലും എനിക്ക് സഹകരണം ഉണ്ടായിരുന്ന എൻ്റെ ഭർത്താവാണ്. ഇവിടെ ഞങ്ങളുടെ അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി ഒരിക്കൽ പോലും എന്നോട് നോ പറയാറില്ല. പോകുന്നത് എങ്ങോട്ടാന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും എനിക്ക് നല്ല സഹകരണം തന്ന അമ്മച്ചിയും എൻ്റെ ഭർത്താവുമാണ്. എനിക്ക് അങ്ങനെ പൊതുപ്രവർത്തനവും ഈ ബിസിനസ്സും ഒന്നിച്ചാണ് ഞാൻ ചെയ്തിരുന്നത്. എനിക്ക് ലെഷർ ടൈം ഒന്നും ഇല്ലായിരുന്നു. അതാണ് അതിൻ്റെ സത്യം.
ഞാൻ രണ്ടും കൂടെ ഇടകലർന്ന് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ ബിസിനസ്സിനായിട്ട് അങ്ങ് ജീവിക്കുന്ന ഒരാളല്ല. ബിസിനസ്സിൻ്റെ കൂടെ തന്നെ ഞാൻ എല്ലാ പൊതുപ്രവർത്തനവും ചെയ്യുമായിരുന്നു. അതിനെനിക്ക് ഒരു പ്രയാസവും തോന്നിയിരുന്നില്ല. തുടക്കത്തിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാര്യം എൻ്റെ ഫാദർ ഒരു ജന്മിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ ബിസിനസ് എന്നുള്ള ഇല്ല, എൻ്റെ വീട്ടിലില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആദ്യം എനിക്ക് നല്ല പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയില്ല എങ്ങനെയൊക്കെയോ ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് ഞാൻ സകല കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം ഈ വിഷമങ്ങളൊന്നും എനിക്കൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. ഒരു പ്രയാസവും ഉണ്ടായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, മൂത്ത ബ്രദർ. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹം വക്കീലായിരുന്നു. അദ്ദേഹം വന്ന് ഞങ്ങളെ സഹായിക്കുമായിരുന്നു ഈ ബിസിനസ്സിൻ്റെ കാര്യത്തിലൊക്കെ. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ വരും, ഞങ്ങളുടെ കൂടെ താമസിച്ച് ഞങ്ങൾക്ക് എല്ലാ ഉപദേശവും തരുന്നൊരു ബ്രദർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, അദ്ദേഹം ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്നും നല്ല സഹകരണമായിരുന്നു. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഞാൻ ഒരു പ്രയാസം എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം നല്ല കുക്കും അങ്ങനെ അടുക്കള ഭാഗത്തേക്ക് എനിക്ക് വലിയ നോട്ടം വേണ്ടിയിരുന്നില്ല. പിന്നെ അമ്മച്ചി ഉണ്ടായിരുന്നു, അമ്മച്ചി മാനേജ് ചെയ്യുമായിരുന്നു. പിന്നെ നല്ല കുക്കും നല്ല സെർവൻസുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗമില്ല. രാവിലെ വന്ന് മെനു കൊടുത്താൽ അവർ ചെയ്തു വളർന്നു. പിന്നെ പൂർണ്ണമായ എൻ്റെ സമയവും എനിക്ക് ബിസിനസ്സിലും ഈ പൊതുപ്രവർത്തനത്തിലും ഉപയോഗിക്കാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് അതാണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു വിജയം. അതാണ് എൻ്റെ അമ്മച്ചിയും എൻ്റെ ഭർത്താവുമാണ്. അവർക്ക് ഒരു കാലത്തും ഇതിലെതിരല്ലായിരുന്നു. കുടുംബാംഗങ്ങളെ എനിക്ക് ഭർത്താവ് എൻ്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ സുഖമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. 2 മക്കളാണ്. മൂത്തവൻ ഡോക്ടറാണ്, അവന് ഓർത്തോപെഡിക് സർജനാണ്. അവൻ ഷൊർണൂർ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. അവൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങൾ, 2 ആൺപിള്ളേരാണ്. അവന് മൂത്ത മോന് ഇപ്പോഴേ VITന്ന് MTech കഴിഞ്ഞ് ഇപ്പോൾ അവന് ഡാൻഫോഴ്സ് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അവനിപ്പോൾ ഡെൻമാർക്കിലാണ്. ഇനിയിപ്പോൾ അടുത്ത് വരും. അവന് ഇപ്പോൾ ട്രെയിനിയാണ് അവന്. അപ്പോൾ 1 വർഷം കൂടെ കഴിഞ്ഞാൽ അവന് ഡാൻഫോഴ്സിൻ്റെ ഇന്ത്യൻ കമ്പനിയിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് അവന് പോസ്റ്റ് കൊടുക്കാമെന്ന് അവർ ഏറ്റിട്ടുണ്ട്. അവൻ ദൈവത്തിൻ്റെ പോകേണ്ട, അവൻ നല്ല കുട്ടിയാണ്. ഇളയ മകന് ഇപ്പോൾ +2 പാസ്സായി. അവന് എല്ലാത്തിനും A+ ഉണ്ട്. എല്ലാ ദൈവത്തിൻ്റെ പോകേണ്ട, അവൻ നന്നായിട്ട് പഠിക്കും. പിന്നെ മകളുണ്ട്, ഇളയത് മകളാണ്. ഇവർ എൻ്റെ 2 കുഞ്ഞുങ്ങളും റാങ്ക് ഹോൾഡേഴ്സാണ്. ഏത് സ്കൂളിൽ പഠിച്ചാലും ഏത് കോളേജിൽ പഠിച്ചാലും അവർ റാങ്ക് ഹോൾഡേഴ്സാണ്. പിന്നെ മകള് ഇപ്പം ടാറ്റ ടെലി സർവീസിൽ ഓൾ കേരള ജനറൽ മാനേജറായിട്ട് എറണാകുളത്ത് ജോലി ചെയ്യുന്നു. അവളുടെ ഹസ്ബൻഡ് അവിടെ തന്നെയുണ്ട്. അവരവിടെ വീട് വെച്ച് താമസിക്കുന്നു. അവൾക്കൊരു മകളുണ്ട്. അവളിപ്പം BTech കഴിഞ്ഞു. അപ്പോൾ അതും നല്ലൊരു സന്തോഷ വർത്തമാനമാണ്. അവൾ നന്നായിട്ട് ആർട്ടിക്കിൾ എഴുതുന്നൊരു കുട്ടിയാണ്. മോളാണ്, നന്നായിട്ട് ആർട്ടിക്കിൾ എഴുതും. ആ മോളെ ഇപ്പോൾ അവൾ ചെറുപ്പത്തിലേ എഴുതുമായിരുന്നു. അവൾ BTechന് പഠിക്കുമ്പോൾ ധാരാളം എഴുതും. നല്ല ഇംഗ്ലീഷുമാണ് അവളുടെ. അങ്ങനെ എഴുതി പല കമ്പനികളും അവളെ ജോലിക്ക് വിളിച്ചെങ്കിൽ അവൾക്ക് ഈ ഒരു ഇതാണ് ഇഷ്ടം, ഈ പിന്നെ പത്രപ്രവർത്തനം പോലുള്ള കാര്യങ്ങൾ അവൾക്ക് ഇഷ്ടം. അപ്പോൾ അതനുസരിച്ചുള്ള ജോലി ഇപ്പോൾ അവൾക്ക് BTech അവൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്നലെ എനിക്ക് ഫോൺ ചെയ്തു. അവൾ ഏതോ ഒരു കമ്പനിയിൽ അവൾ ചെയ്തു അവർ ഫ്രീ ആയിട്ട് അടുത്ത മെയ് മാസത്തിൽ അവളെ 2 ആഴ്ചത്തേക്ക് അമേരിക്ക മുഴുവൻ കാണുവാൻ തക്കവണ്ണമുള്ള ഫ്രീ ടിക്കറ്റും അക്കോമഡേഷനും ഫുഡും കൊടുക്കാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നോട്. 2 ആഴ്ചത്തേക്ക് അമേരിക്ക മുഴുവൻ കാണാനുള്ള സന്ദർഭം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കടന്നു വരണം. ഇത് വിചാരിക്കുന്ന പോലുള്ള ഒരു പ്രയാസമുള്ള കാര്യം, ആത്മാർത്ഥത മാത്രമേ വേണ്ടൂ. ആത്മാർത്ഥതയാണ്. നമുക്ക് ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും അത് തരണം ചെയ്യാൻ ദൈവത്തോട് പറഞ്ഞാൽ മതി. ദൈവം അതിന് വഴി കാണിച്ചു തരും. തീർച്ചയായിട്ടും ഒരു സമർപ്പണ ബോധം വേണം. എനിക്കത് ചെയ്യണം, എനിക്കത് കൂടിയേ കഴിയുള്ളൂ, ഞാൻ ചെയ്താൽ അത് വിജയിക്കുമെന്നുള്ള ആ ഒരു ഉത്തമ വിശ്വാസത്തോടെ എപ്പോഴും എന്തിനിറങ്ങിയാലും തീർച്ചയായിട്ടും വിജയിക്കുന്നുള്ളത് ഞാൻ തന്നെ ഉദാഹരണമാണ്. വേറെ ആരും ഉദാഹരണം വേണ്ട. പക്ഷേ ഒരു സമർപ്പണ ബോധം വേണം, സമർപ്പണ ബോധവും വേണം. പിന്നെ ജീവിതമല്ലേ, ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ വരും, തടസ്സങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള കഴിവ് ദൈവം തരും. പക്ഷേ കൂടുതലായിട്ട് സമർപ്പണബോധം വേണം. എനിക്കത് ജയിക്കണം, എനിക്കത് വേണം, എനിക്കത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ഇതാണ് ഞങ്ങൾക്കൊക്കെ. ഇപ്പോൾ എൻ്റെ ഈ മഹിളാ സമാജത്തിൻ്റെ തന്നെ ഇപ്പോൾ ഇത്രയും പൈസ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, അതേ ഒക്കെ ഞങ്ങൾ അത്രയും എൻ്റെ ഹോൾ ടൈം ഇപ്പോൾ എനിക്ക് ബിസിനസ് ഞങ്ങൾ നിർത്തി. ഞങ്ങൾ 2 ഏജ് ആയതുകൊണ്ട് ഞങ്ങളുടെ ഹോൾ ടൈം ഞാനിപ്പോൾ അതിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രയാസം തോന്നുന്നില്ല. എൻ്റെ വീട്ടുകാര്യങ്ങളൊന്നും മുടക്കമില്ല. പിന്നെ ഞാൻ സഭയുടെ കാര്യങ്ങൾ, ഞങ്ങൾ മർത്തമ സഭയിലാണ്. മർത്തമ സഭ ഇപ്പം തിരുമേനിയുടെ സ്പെഷ്യൽ നോമിനിയാണ് ഞാൻ സഭയുടെ കൗൺസിലിൽ. അത്രമാത്രം ദൈവം എനിക്ക് ഉയരത്തിലേക്ക് എന്നെ നടത്തി. അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഒരു സമർപ്പണ ബോധം മാത്രം മതി. ഏത് ബിസിനസ്സും ആദ്യം നമ്മൾ കുറച്ച് പണം ചിലവാക്കുമ്പോൾ അതിനുള്ളതായ പ്രയാസം ഉണ്ടാകും. പക്ഷേ അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും
അത് നമ്മൾ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളത് എനിക്ക് ഉത്തമ വിശ്വാസമാണ്, ഞാനതിന് ഉദാഹരണവുമാണ്.